നമസ്കാരം, പ്രേമരാജൻ മുന്നാട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ഉസ്താദിൻ്റെ ദൗർഭാഗ്യകരമായ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ വേണ്ടി ഉസ്താദുമാർ നടത്തുന്ന പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ കാണാതെ പോകുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവരുടെ നടുവിൽ ആ ഉസ്താദ് നൽകുന്ന വലിയൊരു സന്ദേശം ആ സമൂഹത്തോടും ആ സമുദായത്തോടുമാണ്. പക്ഷെ അതല്ല, ഈ ഓണത്തിൻ്റെ നടുവിലും പുട്ടുകച്ചവടം നടത്താൻ വേണ്ടി നടക്കുന്ന ചില ആളുകളുണ്ട്. അവരെ ഓർത്തിട്ടാണ് എന്താ പറയേണ്ടത്, ദുഃഖിക്കുന്നത്. ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരു കുടുംബം അങ്ങനെ തന്നെ തിരിച്ചു വന്ന് ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം ഇന്ന് ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇതൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞു വന്നത്. ശശികല ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഉസ്താദ് മരണപ്പെട്ട വാർത്ത അറിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ശശികല ടീച്ചറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഉസ്താദിനെ വിറക് വെക്കാൻ ഇർഫാൻ ഇക്ബാലോ മഹ്മൂദ് കൈക്കമ്പയോ നാസർ പിലാത്രയോ പോയിട്ടില്ല. പക്ഷേ നാസർ പിലാത്രയും മുഹമ്മദ് കൈക്കമ്പയും അവിടെ പോയിട്ടുണ്ട്. എന്തിനാ അറിയോ? മയ്യത്ത് നിസ്കരിക്കാൻ. ശശികല ടീച്ചർക്ക് അറിയില്ല, പറഞ്ഞുതരാം. ഇർഫാൻ ഇക്ബാൽ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവിടെ ചില പരിമിതികളുണ്ട്. മതം അനുശ്വാസിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഉസ്താദിൻ്റെ മയ്യത്ത് ഖബർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല, അല്ല അതിന് ആളില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ആരും എഴുത്തൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിക്കുവാനും മയ്യത്ത് കവർ ചെയ്യുവാനും അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുവാനും ആവശ്യമായ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വിറക് വെക്കേണ്ടി വന്നിട്ടില്ല, ഒന്നും മറ്റുള്ള ആളുകളെ ആശ്രയിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മറ്റേത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച സംഭവം അവരോട് സഹായം അഭ്യർത്ഥിച്ചതുകൊണ്ട് അവർ ചെയ്തതാണ്. അത് ചില ആളുകളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ ഇവിടെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും പോയിട്ട് സേവാഭാരതിക്കോ അല്ല മറ്റാർക്കെങ്കിലും പോയിട്ട് സഹായം ചെയ്യാമായിരുന്നു. അപ്പോൾ ടീച്ചറുടെ കുറേ ആളുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴേക്ക് ഉസ്താദുമാരുടെയും ഇക്കാക്കമാരുടെയും തലയപ്പാഞ്ഞും കയറുക എന്നുള്ള ആ സ്ഥിരം ശൈലി ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. കാരണം നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണം. അതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങളൊക്കെ സുരക്ഷിതരായി നിങ്ങൾക്കൊന്നും നാളെ ഇവരൊന്നും ആരുടെയും ഒന്നും വേണ്ട എന്ന നിലയിൽ ജീവിക്കുന്നവരാണെങ്കിലും നമ്മളൊന്നും അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് ഒരു മരണത്തെ പോലും നിങ്ങൾ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല എന്നേ പറയാനുള്ളൂ. അവിടെ മയ്യത്ത് നിസ്കരിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഖബറ് മറ്റ് കാര്യങ്ങൾ, ഖബർ പരിപാലനം, മയ്യത്ത് പരിപാലനം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരുടെ മഹല് കമ്മിറ്റിയിൽ അല്ലാതെ ഇടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരത് കൃത്യമായി നിർവഹിക്കും. പക്ഷേ ഇവിടെ ശവസംസ്കാരം നടത്താൻ സാമ്പത്തിക ശേഷിയില്ല, പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇർഫാൻ ഇക്ബാലും മുഹമ്മദ് കൈക്കമ്പയും പിലാത്തറ നസീറും ഒക്കെ പോയിട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഒരു കുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് വേദനകൾ പങ്കുവെച്ച് പുഴയിൽ ചാടി മരിച്ച ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ആളുകളിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് കാണുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ നീറുന്നതായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ അവർക്ക് സഹായകരമായി രണ്ടറ്റവും മുട്ടിക്കാൻ പറ്റില്ല, നിസ്സഹായം നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അതിന് നമ്മൾ കൂട്ടായി എതിർത്ത് ആത്മഹത്യ ഇതിൽ നിന്ന് ഇല്ലാതാക്കി എങ്ങനെ അവരെ നമ്മുടെ സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് അവിടെ ഒരു കുത്തിട്ട് വെക്കാൻ ടീച്ചറെ പോലുള്ള, നിങ്ങളൊക്കെ ടീച്ചറാണ്, അറിയാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. എങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഉസ്താദിനെ മയ്യത്ത് പരിപാലിപ്പിക്കാനും നിസ്കരിക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുണ്ട്. അതുകൊണ്ടാണ് അവർ പോകാഞ്ഞത്, അതുകൊണ്ടാണ് നിങ്ങളുടെ സഹായവും ചോദിക്കാഞ്ഞത്.